ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് ഉണ്ടാക്കിയത് ഇതുപോലത്തെ ഒരു വെറൈറ്റി ടൈപ്പ് കൂളറാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തത്. കണ്ട, ഇത് നമുക്ക് കറണ്ട് ഇല്ലെങ്കിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ ബാറ്ററിയിലിട്ട് തന്നെ. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടത് ഇങ്ങനത്തെ ഒരു PVC പൈപ്പ് എടുക്കുക ആദ്യം. എന്നിട്ട് ആ PVC സെൻറ്ററായിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. എന്നിട്ട് ആ മുറിച്ചെടുത്ത സാധനം ആ തീ വെച്ചൊന്ന് ചൂടാക്കി ഇങ്ങനെ ഒരു ഷീറ്റ് ആക്കി എടുക്കുക. എന്നിട്ട് ആ ഷീറ്റിൽ നിന്ന് 2 റൗണ്ടിലുള്ള പീസ് ഇങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് ഒരു റൗണ്ടിൽ അതിൻ്റെ സെൻറ്ററിലും ഇങ്ങനെ ഒരു ഹോളിട്ട് ഒന്ന് മുറിച്ചെടുക്കുക. ഇങ്ങനത്തെ ഒരു ഷേപ്പാക്കി എടുക്കുക. അതിൻ്റെ PVC ഷീറ്റ് തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ സെൻറ്ററായിട്ട് ഒരു ഹോൾ ഇട്ടുണ്ട്. ഈ സംഭവം നമ്മൾ ഈ റൗണ്ടിൻ്റെ ഇവിടെയായിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതിപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് ഒട്ടിക്കണേ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ആ ഷീറ്റ് എടുക്കുക ഒന്നുകൂടി. അത് കഴിഞ്ഞിട്ട് ആ ഷീറ്റ് നമ്മൾ ഇങ്ങനെ ഒന്ന് വളച്ച് ഇങ്ങനത്തെ ഒരു വലിയ റൗണ്ടാക്കി എടുക്കുക. ചേട്ടാ ഇങ്ങനെ അങ്ങനെ ആക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. ഒന്ന് ചൂടാക്കി ആയിട്ട് അപ്പോൾ കറക്റ്റ് റൗണ്ടിലാണ് കിട്ടും കേട്ടോ. അതിൻ്റെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ ഒരു റൗണ്ടിലുള്ള പീസ്, ആ പീസ് എടുത്ത് ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ വെച്ച് അടച്ചെടുക്കുക. ഇതുകൊണ്ട് ഇങ്ങനെ അടച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഇതിൻ്റെ സൈഡിലായിട്ട് ഇതിങ്ങനെ ഒന്ന് മുറിച്ചെടുക്കുക. കണ്ട, ഇങ്ങനെ ചെറിയ ഇങ്ങനത്തെ ഹോളുകളായിട്ടൊന്ന് മുറിച്ചെടുക്കുക, ഒരു 3 എണ്ണം. അതിൻ്റെ ഒരു 12 വോൾട്ടിൻ്റെ മോട്ടർ എടുക്കുക. പിന്നെ അതിൻ്റെ ഒരു ഫാൻ എടുക്കുക. എന്നിട്ട് അതൊന്ന് ഫിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഈ സംഭവമില്ലേ, ഈ സംഭവത്തിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഈ മോട്ടർ അങ്ങോട്ട് ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുക. ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ട, ഇങ്ങനെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒട്ടിച്ചാലും മതി. അതിൻ്റെ ഈ സാധനം എടുത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ റൗണ്ടിലുള്ള ഇതില്ലേ, അതിനകത്തേക്ക് നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ അത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇവിടെ നമ്മൾ ഒരു സ്വിച്ചിനായിട്ടൊരു ഹോൾ ഇട്ടിട്ട് ഇങ്ങനെ, എന്നിട്ടൊരു സ്വിച്ച് എടുക്കുക. പിന്നെ ആ സ്വിച്ചിലേക്ക് 2 വയർ ഇങ്ങനെ കണക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആദ്യം ആ സ്വിച്ചിൻ്റെ 2 വയർ ഉള്ളിൽ ഇങ്ങനെ എടുക്കുക. എന്നിട്ട് ഈ സ്വിച്ച് എടുത്ത് നമ്മൾ ഇതിങ്ങനെ ഒന്ന് വെച്ച് ഇവിടെ ഒന്ന് വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ സ്വിച്ചിൻ്റെ ഒരു വയർ മോട്ടറിലേക്ക് ഇങ്ങനെ കൊടുക്കുക. എന്നിട്ട് വേറൊരു വയർ എടുത്തിട്ട് നമ്മൾ ആ മോട്ടറിൻ്റെ മറ്റേ വയറൊന്ന് കണക്ട് ചെയ്തെടുക്കുക. മറ്റേ ഇതിനകത്തേക്ക് ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ആ സ്വിച്ചിൻ്റെ ഒരു വയറും മോട്ടറിൻ്റെ ഒരു വയറായിട്ട് ഇങ്ങനെ കിട്ടും കേട്ടോ. എന്നിട്ട് 2 ബാറ്ററിയുടെ ഹോൾഡർ എടുക്കുക. ഇതിപ്പോൾ ലിഥിയം ബാറ്ററിയുടെ ഹോൾഡർ ആട്ടത്. അടുത്ത് നമ്മൾ ഈ സംഭവത്തിൻ്റെ അടിയിലായിട്ട് ഇതിങ്ങനെ ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ പുറം ഭാഗം നമ്മൾ സാൻഡ് പേപ്പർ കുറച്ചൊന്ന് സ്മൂത്താക്കി എടുത്താൽ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഹോൾഡറിൻ്റെ ഒരു വയർ സ്വിച്ചിൽ നിന്ന് തന്നെ ഒരു വയറിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ മോട്ടറിൻ്റെ ഒരു വയർ ഹോൾഡറിൻ്റെ ഒരു വയറിലേക്കും ഹോൾഡറിൻ്റെ മറ്റേ വയറിലേക്ക് ഒന്ന് കണക്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഒരു 4 ലിഥിയം ബാറ്ററി കേട്ടോ. ഇതിപ്പോൾ 2000 mAh ബാറ്ററി കേട്ടോ. ഈ ബാറ്ററി എടുത്ത് നമ്മൾ ഓരോ സെല്ലിലേക്കും ഇട്ട് കൊടുക്കുക. ഇതാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ 4 ഇട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഐസ് എടുക്കുക. നല്ല തണുപ്പിട്ടാൽ വേണ്ടി ഇടയിൽ കയറുന്നത് ഐസ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇടാം. ഞാൻ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ആ സ്വിച്ച് ഒന്ന് ഓണാക്കി കൊടുക്കുക. അപ്പം നല്ല തണുത്ത കാറ്റ് പുറത്തേക്ക് വരും കേട്ടോ. അപ്പോൾ നമ്മുടെ സംഭവത്തിൻ്റെ പരിപാടി ഏകദേശം ഇത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാത്തത്. ഇതിപ്പോൾ നമുക്ക് ഈ ബാറ്ററി ഇല്ലെങ്കിലും നമുക്കൊരു 12 വോൾട്ടിൻ്റെ അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാട്ടത്. സംഭവത്തിന് നല്ല പവർ ഉണ്ട് കേട്ടോ. ഈ കണ്ട ഈ പേപ്പർ വയ്ക്കുമ്പോൾ കണ്ട അത്യാവശ്യം നല്ല കാറ്റൊക്കെ വേണ്ടി കേട്ടോ. നല്ല തണുത്ത കാറ്റോടെ തന്നെ. ഫ്രണ്ട്സ്, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ സാധനം നമ്മൻ്റെ. അപ്പോൾ നമുക്ക് അടുത്തിട്ട് കാണാം.